അപ്പോൾ നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൻപയറും കുമ്പളങ്ങയും വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വൻപയർ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ല വേവുള്ളത് കൊണ്ട് ഈ വൻപയർ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അത് നല്ല പോലെ കഴുകിയ വൻപയർ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ട് കഷ്ണം വേവിക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിതൊരു 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് കുറഞ്ഞ അളവുള്ളത് കൊണ്ടാണ് 2 വിസിലടിക്കാൻ പറയുന്നത്. കൂടുതൽ അളവൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ വിസിലുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം വലിയ പച്ചമുളകായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പം കുമ്പളങ്ങ അതാ ഞാൻ തിന്നായിട്ടാണ് കട്ട് ചെയ്തത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇവിടെ സദ്യയിലൊക്കെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കാണാറ്. അതുകൊണ്ടാണ് ഞാൻ അതൊരു ഷേപ്പ് കട്ട് ചെയ്തത്. നിങ്ങൾ ഏത് ഷേപ്പിലാണോ നിങ്ങൾ കഴിച്ചിട്ടുള്ളത് ആ ഷേപ്പ് കട്ട് ചെയ്താൽ മതി. അപ്പം എന്താ നമ്മുടെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇതാ തേങ്ങാപ്പാൽ ഇതിൽ ബാക്കിയുണ്ട്. അതിൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ 2-ാം പാൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം ഒന്ന് കുറയ്ക്കാം കേട്ടോ. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളിത് കുറേ നേരം ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലുള്ള തേങ്ങാപ്പാൽ കണ്ടോ, ഇത് തന്നെ മതി നമ്മുടെ പീസുകളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് അല്ലാതെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് കൂടുതൽ ഇങ്ങനെ ലൈറ്റായിട്ട് വെള്ളം പോലെ ആയാൽ നല്ലതല്ല കേട്ടോ. ഒന്ന് ടൈറ്റായിട്ടാണ് നല്ലത്. അപ്പോൾ അതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ, നല്ല കട്ടിക്കുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കൂടുതൽ സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇതാ തിള വരുന്നത് കണ്ടോ. ഇതേപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മളിതങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ 1-ാം പാൽ ചേർക്കാൻ. പിന്നെ അതേ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെയിറ്റ് ഇടാതെ ഒരു 10 മിനിറ്റ് നേരം അവിടെ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടിരിക്കും. കണ്ടോ, പെട്ടെന്ന് വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഓലനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്